ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജൂക്കോടെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളായി ഹെയർ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ബൂവയും ജൂക്കോവും കൂടെയാണ് പോകുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ ഒരുപാട് ലെങ്ത്ത് വെച്ചു. അപ്പോൾ വേറൊരു സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറുപ്പം മുതലേ അവൻ ഇതുവരെയും വേറെ സ്റ്റൈലിൽ വെട്ടോ അതുപോലെ തന്നെ നമ്മൾ ലോങ് ഹെയർ ആയിരുന്നു അവൻ്റെ, അതുവരെ ഷോർട്ടൺ ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിൽ ചെന്നു. നമ്മൾക്ക് ഏത് സ്റ്റൈൽ ട്രൈ ചെയ്യണം എന്നറിയില്ല. കാരണം ഇതുവരെയും ഷോർട്ട് ഹെയർ ചെയ്തിട്ടില്ല, അവന് ലോങ് ഹെയർസ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ഞങ്ങൾ വെറൈറ്റി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിലത്തെ ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവരൊരു സ്റ്റൈൽ പറഞ്ഞു. അങ്ങനെ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഭയങ്കരമായിട്ടും ഷോർട്ടൺ ചെയ്തു. ആൾക്കൊരു വേറെ ലുക്കാണ് അത് കൊടുത്തത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരു അറബിക് സ്റ്റൈലിലാണ് ചെയ്തത്. പിന്നെ അവൻ്റെ ഹെയർ നല്ല തിക്കനാണ്, അതുപോലെ തന്നെ നല്ല ഹെയർസാണ്. അപ്പോൾ നല്ല ഭംഗി. ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫേസ് എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടങ്ങിയിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെയും കൊണ്ട് കടയിലേക്ക് പോവാണ്. അവിടെ കടയിൽ ചെന്നു. അടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാൻ പോയത്. അപ്പോൾ ആൾ വേഗം തന്നെ പോയി പിടിച്ചത് വാട്ടർ ഗണ്ണിലായിരുന്നു. വാട്ടർ ഗൺ വേണ്ടാന്ന് വെച്ചു. കാരണം വാട്ടർ ഗണ്ണ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം വെച്ച് കളിച്ച് സീനാവും. അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ ഒരു ചില്ലി ഉണ്ട്. നമ്മൾക്ക് വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ചില്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടെ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് ചമ്മന്തി, മുളകിൻ്റെ എല്ലാ ഐറ്റംസും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ അവൻ പറഞ്ഞു അവൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ഉണ്ട്, കുക്കി ഡോ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫ്ലേവറിൽ ഐസ്ക്രീം വാങ്ങിച്ചു. ഇവിടെ പൊതുവേ ഐസ്ക്രീമുകൾക്ക് ഭയങ്കര മധുരം, ഓവറായിട്ടുള്ള ഒരു മധുരം അങ്ങനെ ഉണ്ടാവാറില്ല. എന്താണോ ഫ്ലേവർ ആ ഒരു ഫ്ലേവർ കിട്ടും, പക്ഷെ ഓവർ മധുരമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ബ്രാൻഡിൽ ഈ ഫ്ലേവർ അടിപൊളിയാണ്. അവനത് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അവനത് മതി എന്ന് പറഞ്ഞു. പിന്നെയും ആൾ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പം ഞാനും ജൂക്കും കൂടെയാണ് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വേറൊരു സ്ഥലത്തോട്ട് ആകർഷണം വന്നു. ആൾ ആ ഒരു ദിശയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വേഗം തന്നെ ബിയർ വേണം. ആ ഒരു ചിന്തയിൽ വന്ന് ബിയറിൻ്റെ സെക്ഷൻ എത്തി. ബിയറൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ബസ്സിനാണ് തിരിച്ചു പോയത്. ഞാനും ജൂക്കോയും മാത്രം ബസ്സിനാണ് തിരിച്ചു പോയത്. 2 സ്റ്റോപ്പുള്ളൂ, നടക്കാൻ വയ്യാത്തതുകൊണ്ട് ബസ്സിന് പോയി. എനിക്ക് പാസ്സുണ്ട്, അങ്ങനെ ഞാൻ പോയതാണ്. ഹസ്ബൻഡ് നടന്നാണ് വന്നത്, ആൾക്കില്ല. എനിക്ക് അൺലിമിറ്റഡ് ട്രാവലാണ് എവിടെ വേണമെങ്കിലും. പിന്നെ 5 years താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ട്രാവലിംഗ്. പിന്നെ ജൂക്കോടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അവനോട് സ്റ്റൈലായിട്ടൊക്കെ നടക്കാനൊക്കെ പറഞ്ഞു. ആളതൊക്കെ ചെയ്തു. പിന്നെ ഡാൻസ് കളിച്ചു. കുറച്ച് നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഡോർ ലോക്ക്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഹസ്ബൻഡ് ദേ നടന്നു വരുന്നുണ്ട്, പാവം ക്ഷീണിച്ച് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.